ഒക്കൽ കെയർ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ഫീഡ് സെക്ഷനാണ് നമ്മളിന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന വിൻഡോയാണ് ഫീഡ് സെക്ഷൻ. മറ്റ് വിൻഡോകൾ സെലക്ട് ചെയ്യാനായിട്ട് തൊട്ടടുത്ത് തന്നെ താഴെയായിട്ട് കോഴ്സ്, വെബിനാർ, മെസ്സേജസ്, മെനു എന്ന് പറയുന്ന ഡിഫറെൻറ്റ് മെനു ബട്ടൺസ് നമുക്ക് കാണാം. അതിൽ ആദ്യത്തേത് ഫീഡ് സെക്ഷനാണ്. ആ ഫീഡ് സെക്ഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് പോലെ ഈ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് നിങ്ങളുടെ കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ് ഈ ഫീഡ് സെക്ഷനിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. എൻ്റെ ഭാഗത്ത് നിന്ന് വോക്കൽ കെയർ സംബന്ധിച്ച അറിയിപ്പുകളൊക്കെ ഞാൻ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട്. അതോടൊപ്പം ഈ കോഴ്സിൽ പങ്കുചേർന്നവർ അവർ പഠിച്ച പാട്ടുകൾ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചില പോസ്റ്റിങ്സ് നിങ്ങൾ ഫീഡ് സെക്ഷൻ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ കാണാം. വോക്കൽ കെയർ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട അവരുടെ സ്കോർ ബോർഡ് ഇതിനകത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള പോസ്റ്റിങ്സ് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. നിങ്ങൾ ഏത് കോഴ്സാണോ പർച്ചേസ് ചെയ്തിട്ടുള്ളത്, ഫ്രീ കോഴ്സാണോ അല്ലെങ്കിൽ പെയ്ഡ് കോഴ്സിൽ ഏത് കോഴ്സിലാണോ ജോയിൻ ചെയ്തിട്ടുള്ളത്, അതിലെ പർട്ടിക്കുലറായിട്ടുള്ള പോസ്റ്റിംഗ് മാത്രമേ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കൂ. അതായത് നിങ്ങൾ ഫ്രീ രജിസ്ട്രേഷൻ എടുത്തു എന്ന് കരുതുക, വേറെ പെയ്ഡ് കോഴ്സിലൊന്നും ജോയിൻ ചെയ്തിട്ടില്ല. അങ്ങനെയെങ്കിൽ ചലച്ചിത്രഗാന ക്ലാസ്സിനോ വോയിസ് ട്രെയിനിങ് കോഴ്സിനോ ഒക്കെയുള്ള അംഗങ്ങൾ പോസ്റ്റ് ചെയ്ത പോസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. ഉദാഹരണത്തിന് നിങ്ങൾ ഫ്രീ രജിസ്ട്രേഷൻ മാത്രമാണ് എടുത്തിട്ടുള്ളത് എങ്കിൽ മറ്റു പെയ്ഡ് കോഴ്സുകളിലെ മെമ്പേഴ്സ് പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. ഫീഡ് സെക്ഷനിൽ നിങ്ങളൊരു പോസ്റ്റ് ചെയ്താലോ അല്ലെങ്കിൽ മറ്റൊരാൾ പോസ്റ്റ് ചെയ്തതിന് ചുവടെ കമൻറ്റ് ചെയ്താലോ ലൈക്ക് ചെയ്താലോ ഒക്കെ നിങ്ങൾക്ക് പോയിൻറ്റ്സ് ഉണ്ടാകും. നിങ്ങളുടെ സ്കോർ ബോർഡിൽ ഓരോ പോയിൻ്റ് അതിനകത്ത് ആഡാകും. അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർ പോസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഫീഡ് സെക്ഷനിൻ്റെ ഏറ്റവും മുകളിൽ ടോപ്പ് ഒരു ബട്ടൺ കാണാം. അതിനുശേഷം നിങ്ങളുടെ സർവീസ് സെലക്ട് ചെയ്യുക. അത് ഗോൾഡ് മെമ്പർഷിപ്പാണോ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്, സിൽവർ മെമ്പർഷിപ്പാണോ, ചലച്ചിത്ര ഗാനമാണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതായത് ചലച്ചിത്ര ഗാന ക്ലാസ്സിന് പോസ്റ്റ് ചെയ്യേണ്ടുന്ന ഒരു കണ്ടൻറ്റ് വേറെ ഒരു കാറ്റഗറിയിൽ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചലച്ചിത്ര ഗാന ക്ലാസ്സിൽ പഠിച്ച പാട്ടാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഗോൾഡ് മെമ്പർഷിപ്പിലോ സിൽവർ മെമ്പർഷിപ്പിലോ ഒക്കെ പോസ്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൃത്യമായിട്ടുള്ള ആ ഒരു കോഴ്സ് ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുക. താഴെ ഇവിടെ ഓഡിയോ, വീഡിയോ, പോൾസ് ഒക്കെ നമുക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫേസ്ബുക്കിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് പോലെ പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഓഡിയോ നമുക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഓഡിയോയുടെ ഒരു മെസ്സേജ് ഉള്ളൂ. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും നമുക്ക് ഓഡിയോ മെസ്സേജ് മാത്രമായിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ലല്ലോ. പക്ഷേ ഇവിടെ നമ്മൾ പഠിക്കുന്ന പാട്ടുകളുടെ ഓഡിയോ നമുക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുന്ന പാട്ടുകളൊക്കെ ഇവിടെ പോസ്റ്റ് ചെയ്യുക. ഈ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾ പഠിക്കുന്ന പാട്ടുകൾ പോസ്റ്റ് ചെയ്താൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂവും കമൻസും ഒക്കെ അതിനകത്ത് രേഖപ്പെടുത്താനും അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും സാധിക്കും. അല്ലാതെയുള്ള പാട്ടുകൾ ജസ്റ്റ് വേറെ എവിടെയെങ്കിലും പാടിയ പാട്ട് വെറുതെ ഇതിനകത്ത് കണ്ടൻറ്റ് പമ്പ് ചെയ്യാനായിട്ട്, കണ്ടൻറ്റ് ഫില്ല് ചെയ്യാനായിട്ട് ദയവ് ചെയ്ത് ഇതിനകത്ത് പോസ്റ്റ് ചെയ്യരുത്. ഒരു പാട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു, അതിനെക്കുറിച്ചുള്ള അഭിപ്രായം അറിയണം, അത് മെച്ചപ്പെടുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അങ്ങനെയുള്ള ഒരു പാട്ട് മാത്രം ഒരു തവണ പോസ്റ്റ് ചെയ്യുക. അതല്ലാതെ ഇതിനകത്ത് കണ്ടൻറ്റ് നിറയ്ക്കാനായിട്ട് ദയവ് ചെയ്ത് ഒരിക്കലും പോസ്റ്റ് ചെയ്യാതിരിക്കുക. പിന്നെ ഇതൊരു വോക്കൽ കെയറിൻ്റെ ഒരു പബ്ലിക് സ്പേസ് ആണ്. അതുകൊണ്ട് വളരെ മാന്യമായിട്ട് മാത്രം നമ്മൾ ബിഹേവ് ചെയ്യുക. അതിനെക്കുറിച്ചൊന്നും നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എല്ലാവരും മുതിർന്ന വളരെ ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ് ഇതിനകത്തുള്ളത്. ആ ഒരു മാന്യത ഈ സ്പേസിൽ നമ്മളെല്ലാവരും കാണിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ചാലഞ്ച് എന്ന് പറയുന്നത് ഫീഡ് സെക്ഷനിൽ പോയിട്ട് അവിടെ കാണുന്ന ഏതെങ്കിലും ഒരു പോസ്റ്റിന് താഴെയായിട്ട് നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. ഈ പോസ്റ്റിൻ്റെ താഴെ ഫേസ്ബുക്കിലൊക്കെ ഉള്ളതുപോലെ ഈ പോസ്റ്റുകൾ നമുക്ക് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ചാലഞ്ച് എന്ന് പറയുന്നത് വോക്കൽ കെയർ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് അവിടെ കാണുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പോസ്റ്റിന് ചുവടെ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. ഇതാണ് ഇന്നത്തെ ചാലഞ്ച്. അപ്പോൾ ഇന്നത്തെ ഈ ചാലഞ്ച് എല്ലാവരും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.